ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തുട്ടിപ്പ ഈ കേക്കണേ? ഏ പെണ്ണുങ്ങള് വന്ന് 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 എവിടെ എത്തി കാര്യങ്ങള്? പെണ്ണുങ്ങള് തുണി അഴിക്കാൻ അങ്ങോട്ട് തയ്യാറായി കഴിഞ്ഞാ മന്ത്രിമാരടക്കം നാട് ഭരിക്കണ എല്ലാ മന്ത്രി പുങ്കവന്മാരും വരിയ നിക്കുന്ന പറയണേ. എവിടെ എത്തിന്ന് വിചാരിച്ചിട്ടാ? ഏ അതായത് ഞാനിപ്പോ എന്തുട്ടാ പറയണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഈ കേക്കണേ? ഞാൻ കേക്കണ ഒരു കൂത്ത് കേക്കണം നിങ്ങക്ക്. അതായത് ഒരു ഷെറിൻ എന്ന് പറഞ്ഞ നമ്മുടെ കാരണവർ കൊലക്കേസിലെ ജയിൽ പുള്ളി. കാരണവർ കൊലക്കേസിലെ ജയിൽ പുള്ളിക്ക് ജയിലില് പരമസുഖാത്രേ. അതായത് അവള് എന്തിനൊന്ന് തയ്യാറായാ മതി. 2 മിനിറ്റ് നേരത്തെ കാര്യമില്ലല്ലോ, ഒന്ന് കണ്ണടച്ചാ മതിന്ന്. മന്ത്രിമാരൊക്കെ DIG അടക്കം മന്ത്രിമാരാണ് കാവല് നിൽക്കുന്ന അവൾക്ക് വേണ്ടിയിട്ട്. എവിടെ എത്തി നോക്കിയ കാര്യങ്ങള്? ഏ നിങ്ങൾ കാണുന്ന കേരളം അല്ല കേരളം. കേരളത്തിലെ ജയിലില് കിടക്കുക എന്ന് പറഞ്ഞാല് സുഭിക്ഷമായിട്ടാണ് കിടക്കാം. അവള് പറയുന്ന പോലത്തെ ഫുഡ്. ഏ അവള് പറയും. അതായത് ഈ പറയുന്ന ഷെറിൻ എന്ന് പറയുന്ന അവള് പറയും, അവള് കൽപ്പിക്കും. അപ്പൊ നമ്മുടെ മന്ത്രി പുങ്കവന്മാരടക്കം അവൾക്ക് ഫുഡ് കാൽക്കല കൊണ്ട് വെച്ചു കൊടുക്കും. ഏ പിന്നെ DIG അടക്കം വന്നിട്ട് ജയിൽ അടയ്ക്കണ സമയം വരുമ്പോ ഇവൾക്ക് വേണ്ടിയിട്ട് ജയിൽ തുറക്കും. അപ്പോ എല്ലാവരും ഈ പറയുന്നത് നമ്മുടെ തൃശ്ശൂർത്തെ ആ ചേച്ചി പറയണ കേട്ടിട്ടാ ഞാൻ ഈ പറയണത്. നമ്മളിപ്പോഴാണ് ഈ പുതിയ പുതിയ കേസുകളൊക്കെ കേൾക്കണത്. നമ്മളെ ഏത് ലോകത്ത് ജീവിക്കണ്? നമ്മള് UK നിന്നല്ല, ലണ്ടനിലല്ല, എവിടെ പോയി ജീവിച്ചിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാളൊക്കെ VIP ലെവലിലാണ് കാര്യങ്ങൾ പോണത്. ഏ അപ്പൊ ഇതൊക്കെ എങ്ങനെ പറയാണ്ടിരിക്കുക? നിങ്ങളൊന്ന് പറയും. ഞാനിപ്പോ പറയണത് എന്താ വെച്ചാല്, ഷെറിൻ എന്ന് പറയുന്ന ആള് എന്തിനങ്ങോട്ട് തയ്യാറായി കഴിഞ്ഞാൽ ജയിൽ സ്വർഗാക്കാൻ നമുക്ക്. ഏ പെണ്ണ് വിചാരിച്ച കഴിഞ്ഞാൽ ജയില് സ്വർഗാക്കാം. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഈ കഷായം ഇല്ലേ, കഷായം ഗ്രീഷ്മ ഏത് സ്വർഗത്തിലായിരിക്കും? നല്ലൊരു ദമ്പടിയാണ്, നല്ലൊരു പിടിയാണ്. ഈ നിലയ്ക്ക് ഷെറിനൊന്നും ഒന്നുമല്ല. ഷെറിൻ എന്ന് പറയുന്നോള് വിചാരിച്ചപ്പോ DIG വന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് ജയിലടയ്ക്കുമ്പോ DIG വന്നിട്ട് 7 മണിക്കും ജയിൽ തുറക്കുന്നവരാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഷെറിന് വേണ്ടിയിട്ട്. അവളെ ഇങ്ങോട്ട് തുറന്നിട്ട് പിന്നെ അവള് ലിപ്സ്റ്റിക് ഇട്ട് പൗഡർ ഇട്ട് ആകെ നല്ല സൂപ്പർ ആക്കിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്. പിന്നെ അവള് പറയുന്നിടത്താണ് കാര്യങ്ങള്. അവൾക്ക് നല്ല രസമുള്ള കിടക്ക, തലേണ, പാട്ടുപെട്ടി, പിന്നെ ഫോണ്, അങ്ങനെയൊന്നും വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാ ജയിൽ വാർഡന്മാരും അവൾക്ക് വേണ്ടിയിട്ട് കാവല് നിന്ന് വരി നിന്നിട്ട് ഓച്ചാനിച്ച് നിൽക്കുന്ന പറയണത്. എവിടെ എത്തി നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ? എന്നിട്ട് ഈ ഭരിക്കണ നമ്മള് തെരഞ്ഞെടുത്ത് ഭരിക്കണ ഈ മന്ത്രിമാരൊക്കെ ഇല്ലേ, നമ്മളെ ഗണേശേട്ടന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. ഗണേശേട്ടനൊക്കെയാണ് ഷെറിനെ കൊണ്ട് നടന്നിരുന്നെന്ന് പറയണത്. അപ്പോ വനിതാ വാർഡില്, സാധാരണ വനിതാ വാർഡില് പെണ്ണുങ്ങളാണ് കാവല്. പക്ഷെ ഈ വനിതാ വാർഡില് വൈകുന്നേരം ആവുമ്പോ ചില ആൾക്കാര് സ്പെഷ്യൽ വരുന്ന പറയുന്നത്. അപ്പൊ DIG അടക്കം വലിയ വലിയ ഓഫീസർമാര് വന്നിട്ട് ഇങ്ങനെ ഇവളുമാരെ പോലുള്ളവരെ തുറന്നിങ്ങനെ കൊണ്ടുപോയി അവര് പോയി സുഖിച്ച് അവര് മതിച്ച് അവരെല്ലാം മതിയും കഴിഞ്ഞിട്ട് തിരിച്ച് ജയിലിലേക്ക് കയറി വരും. അപ്പൊ പിന്നെ എന്തുട്ട് ജയില്? എന്തുട്ടാണ് ജയില്? ഇനിയിപ്പം ഗ്രീഷ്മയ്ക്ക് എന്തുട്ട് ഇപ്പൊ നഷ്ടപ്പെടാൻ പോണേ? കാശിന് കാശ്, സ്ഥാനത്തിന് സ്ഥാനം, അവള് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങള്, അവള് കൽപ്പിക്കുന്നിടത്ത് കാര്യങ്ങള്. നമ്മുടെ ഈ നാട് ഭരിക്കണ ഈ ഏമാമാരില്ലേ, അവരൊക്കെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഇവളുമാരുടെ കാലിന്റെ അടിയില്. അല്ല, ഞാൻ വേറെന്താ കണ്ട തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ കാലിന്റെ അടിയിൽ എന്ന് പറയാൻ വന്നത് കേട്ടാ. നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഒരുമ്പെട്ട് പുറപ്പെട്ട് കഴിഞ്ഞാല് ലോക നഹിനിന്ന് കുറുക്കൻ പറഞ്ഞ മാതിരിയാണ്. കുറുക്കനുണ്ടല്ലോ കാട്ടിലും കണ്ട് പണ്ടെങ്ങാണ്ട് കാഷ്ടിക്കാൻ പോയിരുന്നു. അപ്പൊ കാഷ്ടിക്കാൻ പോയിരുന്നപ്പോ മറ്റേ നമ്മുടെ കൊടുത്തുവയില്ലേ, കൊടുത്തുവ, നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ കൊടുത്തുവ എന്ന് പറയാ, ചൊറിയൊരു സാധനം ഇല്ലേ അത്. ബാക്കിയുള്ള നാടുകളിൽ എന്തിട്ട് പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഈ കൊടുത്തുവ വന്നിട്ട് കുറുക്കന്റെ ചന്തിമ കടിച്ചു, തൊട്ടു. അപ്പൊ ഭയങ്കര ചൊറിച്ചില്. കുറുക്കൻ തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു കുഞ്ഞു ചെടി. ഈ സാധനം ചന്തിമ തൊട്ടപ്പോഴേ ചൊറിഞ്ഞിട്ട് നിക്കാൻ പറ്റുന്നില്ല. കുറുക്കൻ കിടന്ന സഞ്ചാരത്തോട് സഞ്ചാരം. അപ്പൊ കുറുക്കൻ അത് നോക്കിയിട്ട് പറഞ്ഞതാണ്, ഈ മരാവുമ്പോഴേ ലോകൻ അഹിനിഹിന്ന് കുറുക്കൻ പറഞ്ഞ പോലെ ഈ ജാതി പെണ്ണുങ്ങളൊക്കെ അല്ലേ സംഗതികള്. പിന്നെ എങ്ങനെയാണ് കുട്ടികളെ എടുത്ത് കിണറ്റിലിടുക, മറ്റുള്ളവരെ കഴുത്തിറക്കുക, ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് അവൻ വന്ന് അവളെ കൊന്നു, റേപ്പ് ചെയ്ത് കൊന്നു. എങ്ങനെ കേൾക്കണ്ടിരിക്കുക? ഈ നിലയ്ക്കല്ലേ കാര്യങ്ങള്? ഏഹ് ഈ പെണ്ണുങ്ങൾ ഈ നിലയ്ക്കല്ലേ കാര്യങ്ങള്? ഇവര് ഈ നിലയ്ക്ക് അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്നിട്ട് നിക്കുക? എന്തായാലും പണ്ട് കാരണന്മാരൊരു ഭാഷ പറയും, എന്തുട്ട് പെണ്ണ് നടിച്ചാലേ ബ്രഹ്മനും തടുക്കില്ലാന്ന്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, കാരണന്മാര് അതിന്റെ കൂടെ വേറൊരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് നടിച്ച കുട്ടീന്ന്. അപ്പൊ ഇത് രണ്ടും സംഭവിക്കും. പെണ്ണ് നടിച്ച ബ്രഹ്മനും തടുക്കില്ല. അതാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടണത്. ഈ മന്ത്രിമാരടക്കം നമ്മുടെ സരിതേച്ച് വലിയൊരു കളി കളിച്ചു, എന്നിട്ട് ഒരു മന്ത്രിസഭ മൊത്തം അങ്ങോട്ട് തട്ടിയിട്ടു.
ഇപ്പൊ ദേ ഷെറിൻ എന്തുട്ടാ പറയണ്, ജയിലിലൊക്കെ കിടന്നിട്ട് VIP പോലെ ഇറങ്ങിയിട്ട് എപ്പ വേണമെങ്കിൽ പരോളിൽ ഇറങ്ങാം, എപ്പ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ബിരിയാണി പറഞ്ഞ് ജയിലിലൊന്നും വരി നിൽക്കണ്ടെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിക്കാനൊന്നും ഒരു വരി നിൽക്കേണ്ട കാര്യമില്ല. ഷെർലിയേച്ചി പറയും, ഷെറിൻ പറയും എന്ത് എനിക്ക് എന്ത് ബിരിയാണി വേണമെന്ന്. അപ്പൊ ഏമാമാരെല്ലാവരും വരി നിന്നിട്ട് ബിരിയാണി കൊണ്ടുകൊടുക്കും പിന്നെ ഷെറിന്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും കോസ്മെറ്റിക്കും എല്ലാം മിറ്റിക്കും കൂടിയിട്ട് അങ്ങോട്ട് വാരി തേച്ചിട്ട് ചേച്ചി ഒരു ഇറങ്ങലുണ്ട് വൈകുന്നേരം ആവുമ്പോ. അതിന് DIG വരിക എഴുന്നള്ളിക്കാനായിട്ട്. അത് എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടങ്ങോട്ട് ഇറക്കിയിട്ട് കൊണ്ടുപോയിട്ടും പിന്നെ അങ്ങോട്ട് നടന്ന് നിരന്ന് പരിപാടി ഇന്ന പരിപാടി വറ്റടിക്കുന്ന പരിപാടികളാ. ഇതാണ് നാട് ഭരിക്കണ നമ്മള് ടാക്സ് കൊടുത്ത് നമ്മുടെ കാശ് പിന്നെ കട്ടുമുടിച്ച് എന്താ പറയാ പെണ്ണുങ്ങളെ പിടിച്ച് ഈ ഞാൻ ചോദിക്കണേ, ഈ നാട്ടില് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങളൊന്നും ചെയ്യേണ്ടത് കേട്ടാ. ഈ മന്ത്രിയമ്മമാരില്ലേ, ഈ മന്ത്രിയമ്മമാരുടെ എല്ലാ പിന്നെ സംഭവങ്ങളും തീർക്കാൻ വേണ്ടിട്ടേ ഈ മുഖ്യമന്ത്രിയോട് എൻ്റെ ഒരു നിവേദനാണ്. എന്റെ പൊന്നു മുഖ്യമന്ത്രി പിണറായി വിജയേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നാട് മുഴുക്ക എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങളൊരു വേശ്യാലയം കൂടെ തുടങ്ങും. എന്നിട്ട് വല്ല ജയിലിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ആ വേശ്യാലയത്തിന്റെ കാവൽ ഏൽപ്പിക്കും. ഈ മന്ത്രിമാരുടെ സോക്കട അങ്ങോട്ട് മാറട്ടെ. അല്ലെങ്കിൽ ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവണ്ടേ. അപ്പൊ പിന്നെ ഈ പണ്ടാര പറഞ്ഞ മാതിരി പോത്തിന്റെ കടി മാറി കാക്കയുടെ വിശപ്പ് മാറി എന്ന് പറഞ്ഞ രണ്ടും മാറൂല ഇപ്പൊ. നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം, മീശയും എടുക്കാം വയറ് നിറയ്ക്കാം. അപ്പൊ പിന്നെ ഇതുപോലെ ജയിലുകളിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ എന്തിനും തയ്യാറായി കഴിഞ്ഞാലേ, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ജയിൽ എന്ന് പറഞ്ഞപ്പോ എന്താണ് 72 ഹൂറിമാര് സ്വർഗമൊക്കെ പറയും ജയിലിലല്ലേ. ഇനിയിപ്പൊ വേറെ എവിടേക്കും പോണ്ട. ഈ പറയുന്ന ആൾക്കാർ ഇനി സ്വർഗം ഒന്നും തപ്പി എവിടെയും പോണ്ട. സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ അട്ടക്കുളങ്ങര ജയിലും വിയ്യൂര് ജയിലൊക്കെ തപ്പി കഴിഞ്ഞാല് അവിടെ ഇങ്ങോട്ട് ചെന്ന് കയറിയാ മതി. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ പെണ്ണുങ്ങളെ. അട്ടക്കുളങ്ങര ജയിലാ അല്ലെങ്കിൽ വിയ്യൂര് ജയിലാ എന്നുള്ള വെച്ചെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കയറി പറ്റാം. കാരണം ഇന്നിപ്പോ സ്വർഗം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ജയിലുകളിലാണ് കാണുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ വേണ്ടൂ. ബാക്കിയൊക്കെ മന്ത്രിമാര് നോക്കിയോളും. പിന്നെ നമ്മൾ വിരിക്കുന്നിടത്ത് DIGമാര് വരി നിൽക്കും, കമ്മീഷണർ വരി നിൽക്കും, നമ്മുടെ തലപ്പത്തുള്ള സർവത്ര ആൾക്കാർ വന്നിട്ട് വരി നിൽക്കും. മന്ത്രി പുങ്കന്മാരൊക്കെ സല്യൂട്ട് അടിക്കും നമ്മളെ. അപ്പൊ എന്തായി? സുശബ്ദല്ലേ കാര്യങ്ങള്? സൂപ്പർ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. വെറുതെ ഇങ്ങനെ ഞാനൊക്കെ എന്തോരം വലിയ പരമ വിഡ്ഢിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. വല്ല നാട്ടിലും പോയി ജീവിതം കളഞ്ഞ് അവനവന്റെ നാട്ടിലുള്ള ജീവിതം ഭർത്താവിനെയും മക്കളെയും വീടൊക്കെ ഉപേക്ഷിച്ച് വല്ല നാട്ടിലും പോയി കിടന്ന് പാടുപെട്ട് കഷ്ടപ്പെട്ട് 10 പൈസ ഉണ്ടാക്കാൻ കിടന്ന് എന്താ പാടുപെടണെന്നറിയോ? ഇത് എന്തുട്ടാന്നറിയോ? ആരെങ്കിലും ഇങ്ങോട്ട് കൊല്ലുക, ആരെങ്കിലും ഇങ്ങോട്ട് കൊന്നിട്ട് അതിന് വേണ്ടിയിട്ട് പേരിൽ ജയിലിൽ പോവാ. ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സുഭിക്ഷായി. വേറെ ഒന്നും എഡമല്ല നോക്കേണ്ട കാര്യമില്ല. എന്താ ഭാഗ്യം ആലോചിക്കേ. എവിടെ എത്തി കാര്യങ്ങള്? അതാണ് ഞാൻ പറയണത്. നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണം. സാധാരണ ജനങ്ങളോട് ഞാൻ പറയണേ, സാധാരണ ഒരു എന്താ പറയാ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന മനുഷ്യരോടെ ഞാൻ പറയുന്നത്, പെണ്ണുങ്ങളോടെ ഞാൻ പറയണേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിങ്ങൾ വേഗം ജയിലിലേക്ക് പോകാൻ നോക്കിക്കോ. ഈ മന്ത്രിമാര് നോക്കിക്കോളൂ നമ്മുടെ കാര്യങ്ങള്. നമ്മളൊന്ന് ചിരിച്ചു കാട്ടിയാൽ മതി. അത്രേ വേണ്ടോ? ഒരു സെക്കൻഡില് കാര്യം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ശരി, സൂപ്പറാണ് കാര്യങ്ങൾ കേട്ടാ. ഈ നിലയ്ക്ക പോണെന്നുണ്ടെങ്ക ഇത് എവിടെ പോയി എത്തുന്ന ഒരു പിടി കിട്ടണില്ല ഇഷ്ടാ. ഞാൻ ഇല്ല ഗടി. ഈ വക കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് തലയൊക്കെ മരവിച്ചു. ഇനിയിപ്പൊ എന്തുട്ട് പറയണേ? എന്തുട്ട് പറയാ? ആരോടെ പറയണ്? ഒരു പൊട്ടൻ നാട് ഭരിക്കുന്നു, അതിന്റെ കുറെ ചിങ്കിടികളും നാട്ടിൽ കിടന്ന് വിലസുന്നു. ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് കുറെ ജനങ്ങള് അവരിന്നും കഴുതകൾ തന്നെ. എന്താണ് പൊതുജനം? കഴുത. ശരി ഇഷ്ടാ. ഓക്കെ എന്നാ.